മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് മുക്കത്തെ ഹോട്ടൽ ഉടമയുടെ പീഡനാശ്രമം ചെറുക്കുന്നതിന് വേണ്ടി യുവതി ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് ചാടിയ ആ വാർത്ത. ആ കുട്ടിക്കേറ്റ ഗുരുതര പരിക്ക്. ഇപ്പോൾ ആ കുട്ടി ഹോട്ടൽ ഉടമ ദേവദാസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വരികയാണ്. താഴെ വീണിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ല. ഹോട്ടൽ ഉടമയ്ക്ക് ഒപ്പമുള്ളവർ ഗുരുതരമായി പരിക്കേറ്റ് കിടന്നിരുന്ന തന്റെ കാലിൽ പിടിച്ചു വലിച്ചു. ആളുകൾ ഓടിക്കൂടിയപ്പോൾ മാത്രമാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായത്. ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ താഴെ വീണതെന്നാണ് ആശുപത്രിയിൽ ഹോട്ടൽ ഉടമ പറഞ്ഞത്. ോട് സത്യം പറഞ്ഞപ്പോൾ തന്നെ ഉപേക്ഷിച്ച് ദേവദാസും സംഘവും ഹോട്ടലിൽ നിന്ന് മുങ്ങിയെന്നും യുവതി ന്യൂസ് 18 പറഞ്ഞു. എൻ്റെ കൈ പിടിച്ചിട്ട് ആളുടെ നേരെ പിടിച്ച് വലിക്കാൻ നോക്കിയാണ്. ഫോൺ ഉണ്ടായിരുന്നു എൻ്റെ ഒരു കയ്യിൽ. ഞാൻ ഇങ്ങനെ ആളെ തള്ളി മാറ്റായിരുന്നു. അപ്പോൾ ആളെ ഫോൺ പിടിച്ചു. പിടിവലിക്കിടയിലാണ് സ്ക്രീൻ റെക്കോർഡിൽ ഗെയിം മിനിമൈസ് ആയിട്ട് ക്യാമറ ഓണായത്. അതിൽ അയാളുടെ ഫേസും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ അയാൾ സ്ക്രീൻ ലോക്കാക്കിയിട്ട് ഫോൺ അയാളുടെ പോക്കറ്റിലിട്ടപ്പോൾ റെക്കോർഡിങ് നിന്ന് പോയത്. എന്നിട്ട് അതാക്കി കഴിഞ്ഞിട്ട് അയാൾ പിന്നെ എന്നെ പിടിക്കാൻ നോക്കി. ഞാൻ കരഞ്ഞിട്ട് ആളെ തള്ളിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറകിലുള്ള ആളുടെ ടാപ്പ് പിടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മേടിച്ചിട്ട് ആളെൻ്റെ നേരെ വരുമായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് സൺഷെയിലുണ്ടാവുമല്ലോ, അതിൽ ആദ്യം ഒരു കാല് വെച്ചിട്ട് മറ്റേ കാലം അവിടെ വയ്ക്കാൻ നിന്നില്ല. ഞാൻ ഡയറക്റ്റ് തന്നെ താഴോട്ട് പോയി. പിന്നെ ഇടുപ്പിൻ്റെ ഇവിടെ കുത്തിയിട്ട് ഞാൻ വീഴുന്ന മുട്ട് കുത്തിയിട്ട് തല എന്തോ ഭാഗ്യത്തിന് അടിച്ചിട്ടില്ല. അവിടെ വീണ് കഴിഞ്ഞിട്ട് കുറച്ച് ജീവൻ്റെ എണീറ്റ് ഓടാന്നുള്ള ഇതിലായിരുന്നു ഞാൻ. എണീറ്റ് ഓടാൻ നോക്കിയപ്പോൾ കാലെൻ്റെ കൂടെ വരുന്നില്ല. കാലവിടെ ഇങ്ങനെ ഇതായിട്ട് കിടക്കുക. എത്ര നോക്കിയിട്ട് വരില്ല. വേദന കൊണ്ട് ഞാൻ പിന്നെയും കരഞ്ഞു. രക്ഷിക്കണമെന്ന് അറിഞ്ഞിട്ട് ഞാൻ കരഞ്ഞു. അയാളുടെ ജ്യേഷ്ഠൻ്റെ വീടൊക്കെ ഉണ്ട് തൊട്ടടുത്ത്. അങ്ങോട്ട് നോക്കിയിട്ടല്ല ഞാൻ ഉറക്കക്കാരൻ. ആ സമയത്തൊന്നും ആരും വന്നില്ല. അപ്പോൾ ഈ റിയാസ് എന്ന് പറഞ്ഞ അയാളാണ് ആദ്യം ഇറങ്ങി വരുന്നത്. അയാൾ ഇറങ്ങി വന്നിട്ട് ആ കിടന്നിടത്ത് തന്നെ വീണ്ടും വലിച്ചു. കാലിൽ പിടിച്ച് വലിക്കാൻ നോക്കി. ഓൾറെഡി ഇഞ്ചോർഡായിട്ടുള്ള കാലായതാണെന്ന് എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. വീണ്ടും ഉറക്ക കരഞ്ഞപ്പോൾ അയാളെൻ്റെ വാപത്തി ഞാൻ കടിക്കാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ കൈ വലിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ചെസ്റ്റിൻ്റെ ഇവിടെ നോക്കിയിട്ട് എന്നെ പൊക്കാൻ നോക്കി. എന്നിട്ട് അപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആരോ വന്നു. എന്താന്ന് വെച്ചിട്ട് ടോർച്ച് അടിച്ചതൊരു ചേട്ടൻ എന്തോ വന്നു. അത് കഴിഞ്ഞ് പിറകെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ അവിടെ ആൾക്കാരൊക്കെ കൂടി. അപ്പോൾ ആ സമയത്ത് ഇവരൊക്കെ പുറത്തിറങ്ങിയിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണതാന്ന് പറഞ്ഞു. എൻ്റെ ഫോൺ അപ്പോഴും അയാളുടെ പോക്കറ്റിലാണ്. എന്നാൽ എനിക്കതൊന്നും പറയാനുള്ളൊരിതൊന്നും അപ്പം കിട്ടിയില്ല. വേദന കൊണ്ട് പൊളയായിരുന്നു. ഒന്നാമത് അയാൾ ഇത് പറ്റിയ കാലം അയാൾ വലിച്ചത് കാരണം എനിക്ക് വീണ്ടും നല്ല വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ആരോ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേന്ന് പറഞ്ഞപ്പോൾ ഇവർ 3 പേരും ഒന്നും ഹോസ്പിറ്റലിൻ്റെ കാര്യമൊന്നും മിണ്ടുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേന്ന് ചോദിച്ചപ്പോൾ അവർ ഒരു കസേര എന്തോ എടുത്തിട്ട് അതിൽ കയറ്റിയിരുത്തിയിട്ട് ഞാൻ പൊക്കിയിട്ട് റോഡ് സൈഡ് അയാളുടെ വണ്ടി ഉണ്ടായി. അയാളുടെ വണ്ടി തന്നെ കൊണ്ടുപോയ അയാളുടെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് കൊണ്ടുപോകും. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇയാൾ പറയുന്നുണ്ട്, നമ്മളെ കരയല്ലേ, അങ്കിളില്ലേ കരയല്ലേ. തിരിച്ച് ഒന്നും ഞാൻ മിണ്ടിയില്ല. ഒന്നത് വേദനയായിരുന്നു. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കാഷ്വാലിറ്റി അവിടെ അകത്ത് കയറി ഉടനെ ഞാൻ പറഞ്ഞു, ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നവരെന്നെ ഉപദ്രവിച്ചതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ അയാളുടെ കയ്യിലുണ്ട്, അതൊന്ന് മേടിച്ച് തരണം, അല്ല എൻ്റെ എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ ഫോൺ മേടിക്കുക ഡോക്ടർ പോയി. ഡോക്ടർ മേടിച്ചപ്പോൾ ആണെന്ന് തോന്നുന്നു. അതിൽ പിന്നെ ആളെ കണ്ടിട്ടില്ല. അയാളെന്നെ അവിടെ ഇട്ടിട്ട് പോയി. ആശുപത്രിയിലും തനിക്ക് ചികിത്സ ലഭിച്ചില്ലെന്നാണ് യുവതി പറയുന്നത്. മുറിവിന് മരുന്ന് വച്ചതല്ലാതെ ഒന്നും ചെയ്തില്ല. കിടക്ക പോലും ലഭിച്ചില്ല. രാവിലെ ബന്ധുക്കൾ എത്തിയ ശേഷമാണ് പരിശോധന നടത്തി ICUവിലേക്ക് മാറ്റിയത്. അവിടെ മാറ്റിയിട്ട് തന്നെ അവസ്ഥ. എൻ്റെ കൈമുട്ടിനുള്ള മുറിവിൽ മാത്രം അവരൊരു പഞ്ഞി എന്തോ ബാൻഡേജ് എന്തോ വെച്ച് തന്നു. പിന്നെ ഒരു ഗ്ലൂക്കോസും കയറ്റി തന്നു. നല്ല ബെഡ് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ കിടന്നിട്ട് ഇവിടെ നല്ല വേദന വെച്ച് ഞാൻ പുലർച്ചെ വരെ ഞാൻ അന്ന് ഉറങ്ങി ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് എൻ്റെ ഫോണൊക്കെ ചാർജ് ചെയ്തിരുന്നു ഓഫായിപ്പോയി. ആരെയും വിളിക്കാനൊന്നും പിന്നൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ രാവിലെ ആയപ്പോൾ അച്ഛൻ വന്നില്ല. അമ്മാവനും അമ്മയും അച്ഛനും കൂടെ വന്നു. പിന്നെയാണ് എൻ്റെ കാല് നോക്കുന്നതും എക്സ്റേ എടുക്കുന്നത്, CT സ്കാൻ എടുക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നത് സീരിയസ് ICUവിൽ കൊണ്ടുപോകുന്നു. എന്നിട്ട് 5 ദിവസം ICUവിൽ കിടന്നു. പിന്നെ 2 ദിവസം ഒരു വാർഡിൽ ICUവിൻ്റെ വാർഡിൽ കിടന്നു. പിന്നെ എന്നിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. മുമ്പ് ദേവദാസിൽ നിന്നും കടം വാങ്ങിയ പണത്തിന്റെ പേരിൽ തന്നെ ഭീഷണിപ്പെടുത്താറുണ്ടെന്ന് യുവതി പറയുന്നു.
അപകടമാണെന്നറിഞ്ഞിട്ടും പണം തിരികെ കൊടുക്കാനുള്ളതിന്റെ പേരിൽ തനിക്ക് ജോലിക്ക് പോവാൻ നിർബന്ധിതമാവേണ്ടി വന്നുവെന്നും യുവതി പറയുന്നു. 1 വർഷം മുമ്പ് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നത്. ആ സമയം മുതൽ ഇത് തുറക്കുന്നത്, അതായത് ഡിസംബർ 22 ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു ഇതിന് വേണ്ടിയിട്ട്. വേറെ എനിക്ക് ജോലിക്ക് പോകാൻ ഞാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു പോകണ്ട, ഞാൻ മാസം ഒരു പോക്കറ്റ് മണി തരാം. ഞാൻ പറഞ്ഞു വേണ്ട, അതൊന്നും വേണ്ട, ഞാൻ PSCയുടെ എന്തെങ്കിലും നോക്കുന്നില്ല. അപ്പോൾ അതൊന്നും നോക്കണ്ട, ഈ ജോലി തന്നെ ഇതാവും, നമ്മളിത് ഞാൻ പ്രൊമോഷനൊക്കെ തന്ന് ഇതിൽ തന്നെ നമുക്ക് നന്നായിട്ട് പോവാം, അങ്ങനെ രീതിയിൽ പറഞ്ഞ് ഇയാൾ പോക്കറ്റ് മണിയൊക്കെ അയച്ചു തരാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ അയച്ചു തരുമ്പോൾ എല്ലാവരും അറിയുന്നവരാണെങ്കിൽ പറയും ഇയാൾ എന്തിനാ ജോലി പോലും ചെയ്യാണ്ട് ഇങ്ങനെ പോക്കറ്റ് മണിയൊക്കെ അയച്ചു തരുന്നതാണ്. അങ്ങനെ ഒരു ദിവസം പിന്നെ എൻ്റെ അമ്മയൊക്കെ വിളിച്ച് സംസാരിച്ചു ഇയാളോട്. അപ്പോൾ ഇയാൾ പറഞ്ഞു പിന്നെ നല്ല മോളാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ മോളെപ്പോലെ ഞാൻ കാണുന്നത്, അതൊക്കെ എൻ്റെ പ്രായമുള്ളൊരു മോളുണ്ട്, അപ്പോൾ അതുപോലെ ഞാൻ കാണുന്നത്, പിന്നെ അവളുടെ ഇനി എൻ്റെ സ്ഥാപനത്തിൽ വരാൻ പോകുന്ന സ്റ്റാഫല്ലേ, അവളുടെ എല്ലാ ഇതും ഞാൻ ചിലവെല്ലാം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഗുരുതര ആരോപണമാണ് ആ യുവതി ഉന്നയിക്കുന്നത്. ഈ സുഹൃത്തുക്കൾ ഈ യുവതിയെ കാണാൻ ഹോട്ടലിലെത്തുന്നത് ദേവദാസിനെ പ്രകോപിപ്പിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. മുമ്പ് സുഹൃത്തുക്കൾ എത്തിയ CCTV ദൃശ്യങ്ങൾ കൈവശം വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു. ഈ അപകടത്തിന് ശേഷം ദേവദാസ് തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും യുവതി പറയും. പിന്നെ ഇതൊക്കെ നടക്കുന്ന ഇപ്പം എനിക്ക് തോന്നുന്നു ഇയാൾ എന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ അത് അന്ന് വേറെ ആരോ വന്ന് കൊന്നതാണോ എന്ന് പറയാൻ. ഓൾറെഡി അല്ലെങ്കിൽ അന്നത്തെ CCTV റെക്കോർഡുണ്ട്. അതൊരു 16-ാം തീയതി അങ്ങനെ നടന്ന സംഭവം, ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് അവിടെ കൂടിയത്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആൾ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ പറയുന്നുണ്ട് ആ സമയത്ത് അവിടെ വേറെ ആരോ വന്നു, അയാളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന അവിടുത്തെ CCTV എന്ത് വേണേലും ചെക്ക് ചെയ്യാം. അതുമല്ല ഞാൻ ഗെയിം കളിക്കുന്നുണ്ടല്ലോ, അത് അരമണിക്കൂർ ഓടിക്കൊണ്ടിരിക്കുന്ന ഇതായിരുന്നു. അതിലൊരു ആൾ വന്ന ഭാഗം മാത്രമാണ് ഞാൻ കട്ട് ചെയ്തിട്ട് തന്നിട്ടുള്ളത്. ഗുരുതരമായ ആരോപണങ്ങളാണ്. നേരത്തെയും ഈ തരത്തിൽ ബ്ലാക്ക്മെയിലിംഗ് ശ്രമങ്ങൾ ഉണ്ടാകുന്നു. ഒടുവിൽ ഗതികേടുകൊണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ട് കൊണ്ട്, തൻ്റെ ഗതികേടുകൊണ്ട് അവിടെ ജോലിക്ക് തുടരേണ്ടി വരുന്നു എന്ന നിസ്സഹായാവസ്ഥയാണ് പെൺകുട്ടി പങ്കുവയ്ക്കുന്നത്. ഒപ്പം താൻ നേരിട്ട ദുരിത കഥകൾ അവരൊന്നൊന്നായി തുറന്നു പറയുകയാണ്. MS അനീഷ് കുമാർ നമുക്കൊപ്പമുണ്ട്. അനീഷാണ് ഇന്നലെ അവരെ കണ്ട് വിശദമായി സംസാരിച്ചത്. ഒരുപക്ഷെ നമ്മളിപ്പോൾ പ്രേക്ഷകരെ അറിയിച്ചതിലും അധികം കാര്യങ്ങളുണ്ട്. സമയപരിമിതി കൊണ്ട് നമ്മൾ ചുരുക്കി അറിയിച്ചു എന്ന് മാത്രം. എന്തൊക്കെയാണ് പെൺകുട്ടി പങ്കുവെച്ച കാര്യം? കാരണം അപകടവും അത് സംബന്ധിച്ച വാർത്തകളും പ്രേക്ഷകർ അറിഞ്ഞിരുന്നു, അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. പക്ഷേ അതിനു പുറകിൽ ഈ അപകടത്തിന് വഴിവെച്ച നിരവധി സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒപ്പം തന്നെ തനിക്ക് ചികിത്സ പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പെൺകുട്ടി പറയുകയാണ്. എന്താണ് സംഭവിച്ചത്? സജിത്ത്, തീർച്ചയായും ഈ ചിലന്തി വല നെയ്യുന്നത് പോലെ ഈ പെൺകുട്ടിയെ വലയ്ക്കുള്ളിലേക്ക് വലിച്ചിടുന്ന ഒരു രീതിയാണ് ഈ ദേവദാസ് കാട്ടിയത് എന്നാണ് പെൺകുട്ടി പറയുന്നത്. കാരണം ഒരു ജോലി ലഭിക്കുന്നതിന് 1 വർഷം മുമ്പ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഓഫർ ലെറ്റർ ലഭിക്കുന്നു. അതിനുശേഷം മറ്റ് ജോലികൾക്കൊന്നും പോകരുത് എന്ന് നിർബന്ധം പിടിച്ച് ഈ കുട്ടിയെ ഈ സ്ഥാപനത്തിൽ മാത്രം ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം. അതിനുശേഷം ഈ പോക്കറ്റ് മണി എന്ന പേരിൽ ഈ ശമ്പളമല്ലാതെ പണം അയച്ചു കൊടുക്കുക. ഈ കുട്ടി പലതവണ പണം അയക്കേണ്ടതില്ല, അയക്കരുത് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇയാൾ വീണ്ടും അയച്ചുകൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായി ഏറെ താഴെത്തട്ടിലുള്ള ഒരു കുടുംബമാണ്. കാര്യമായ വരുമാനം അച്ഛനില്ല, അമ്മ തൊഴിലുറപ്പ് പണി ചെയ്താണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ യുവതിക്കാണെങ്കിലും കാര്യമായ വരുമാനമില്ല. നേരത്തെ 2 സ്ഥാപനങ്ങളിൽ ജോലി നോക്കിയിരുന്നു. വിദേശത്ത് ജോലി നോക്കാൻ പോയി, അവിടെയും കാര്യങ്ങൾ ശരിയാവാതെ വന്നതോടുകൂടി നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. വലിയ സാമ്പത്തിക ബാധ്യതയുള്ള കുടുംബം ആണ്. ഒപ്പം വീട് ജപ്തി ഭീഷണിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇത്തരം സാഹചര്യം കൃത്യമായി തന്നെ ഇയാൾ മുതലെടുക്കുകയും ഈ ജപ്തി ഭീഷണിയൊക്കെ വന്നപ്പോൾ ഈ പെൺകുട്ടി 1 ലക്ഷം രൂപ കടം ചോദിക്കുന്നു. അപ്പോൾ തന്നെ പണം നൽകുന്നു. മറ്റു പല ഓഫറുകളുമായി ഈ കുട്ടിക്ക് പിന്നാലെ എത്തുന്നു. ഈ കെട്ടിട നിർമ്മാണം, ഈ ഹോട്ടലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ഓരോ നിർമ്മാണ പുരോഗതിയും ഈ കുട്ടിയെ അറിയിക്കുന്നു. പലതരത്തിലുള്ള ഫയലുകൾ സേവ് ചെയ്ത് വെക്കണം, കണക്ക് കാര്യങ്ങൾ നോക്കി വെക്കണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഏൽപ്പിക്കുമ്പോൾ ജോലി നേരത്തെ തന്നെ, അതായത് ഓഫർ ലെറ്റർ ലഭിച്ച ശേഷം തന്നെ ജോലി തുടങ്ങി എന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. അതിനുശേഷമാണ് ജോലി സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെയും അപൂർവമായ കരുതൽ, ഈ കുട്ടിക്ക് തന്നെ പലപ്പോഴും സംശയം തോന്നുന്ന തരത്തിലുള്ള കരുതൽ നൽകുന്നു. ഇവർക്ക് താമസിക്കാനായി എടുത്തു കൊടുത്ത വീട്ടിലാണെങ്കിൽ തന്നെ 2 സ്ത്രീകൾ, 2 വനിതാ ജീവനക്കാർ മറ്റ് ഉള്ള ആൾക്കാരുണ്ട്. പക്ഷേ അവർക്കൊന്നും കിടക്കാനൊരു കിടക്ക പോലും ആ താമസ സ്ഥലത്ത് നൽകിയിട്ടില്ല. ഈ കുട്ടിക്ക് മാത്രം ഒരു പ്രത്യേക മുറി, കിടക്ക, അലമാരി, മേശ
എന്നിങ്ങനെയുള്ള സൗകര്യങ്ങൾ നൽകുന്നു. ഈ കുട്ടിയോട് ഈ താഴെത്തട്ടിലുള്ള മാനേജർ പോസ്റ്റിലാണ് എടുത്തത്. അതുകൊണ്ട് താഴെത്തട്ടിലുള്ള കഫറ്റീരിയ ജീവനക്കാരടക്കമുള്ളവരുമായി സംസാരിക്കരുത്, അവരോട് ഇടപഴകരുത് എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയെ പൂർണ്ണമായും ഒരു ഒറ്റപ്പെട്ട തുരുത്തിലേക്ക് മാറ്റി ഇയാളുടെ ഒരു ഇംഗിതത്തിന് വഴങ്ങുന്ന രീതിയിലാക്കി മാറ്റുക എന്നത് തന്നെയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. ഒപ്പം ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഇയാളുടെ പ്രതികരണം മാധ്യമപ്രവർത്തകർ ആരാഞ്ഞിരുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇയാൾ പ്രചരിപ്പിച്ചിരുന്നത്. ഒന്ന്, ഈ അസമയത്ത് ഈ യുവതിയെ കാണാൻ ഒരു യുവാവ് വീട്ടിലെത്തുന്നു, പതിവായി ഇയാൾ ഇവിടെ എത്താറുണ്ട്, അതുകൊണ്ട് ആ യുവാവിനെ പിടിച്ചു കെട്ടി ആളുകളെ കാണിക്കാനായാണ് താൻ പോയതെന്നാണ് പറയുന്നത്. അതാണ് ആ കുട്ടി അല്പസമയം മുമ്പ് ആ കുട്ടിയുടെ ആ സംഭാഷണങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. വിപുലമായ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. മറ്റ് 3 സ്ത്രീകളുള്ളപ്പോൾ ഈ സ്ഥാപനത്തിൽ തന്നെ പുരുഷ സുഹൃത്തുക്കൾ വരാറുണ്ട്, അവരോടൊപ്പം പുറത്തു പോകാറുണ്ട്, വീട്ടിൽ പാചകം ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ താൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ ഒരിക്കൽ പോലും അവിടേക്ക് ഒരാളും വന്നിട്ടില്ല. കഴിഞ്ഞ 16-നാണ് ഇത്തരത്തിൽ ആ സുഹൃത്ത് വീട്ടിലേക്ക് വന്നത്. അന്നത്തെ CCTV ദൃശ്യങ്ങൾ ഹോട്ടലിലുണ്ട്. ആ ദൃശ്യങ്ങൾ തന്നെ കാണിക്കുകയും ഇതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കാരണം ഈ ദൃശ്യങ്ങൾ വീട്ടിലേക്ക് അയച്ചു കൊടുക്കും, ഭർത്താവിന് അയച്ചു കൊടുക്കും എന്നിങ്ങനെയൊക്കെയുള്ള ഭീഷണി. അതായത് ഈ പുരുഷ സുഹൃത്തിനോട് നിനക്ക് ഇടപഴകാമെങ്കിൽ എന്തുകൊണ്ട് എന്നോട് പറ്റില്ല എന്ന രീതിയിലൊക്കെ ഒരു ഭീഷണി സ്വരത്തിലുള്ള കാര്യങ്ങൾ ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായി. നേരത്തെ ആ യുവതി തന്നെ പറഞ്ഞതനുസരിച്ച് ഇതൊരു കെണിയാണോ എന്ന സംശയം ആ യുവതിക്ക് ഇപ്പോൾ ഉണ്ട്. കാരണം ഒരു വധശ്രമം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ വകവരുത്തുക എന്ന രീതിയിലേക്കൊക്കെ പോയിട്ട് ആ കുറ്റം ഈ സുഹൃത്തിന് മേൽ ചാർത്തുക അല്ലെങ്കിൽ ഇവിടെ എത്തുന്ന ആ ജീവനക്കാർക്ക് മേൽ ചാർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ ഇയാൾ ഈ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യം ചെയ്തത് എന്ന ആ സംശയമാണ് ഈ കുട്ടി പങ്കുവെക്കുന്നത്. എന്തായാലും ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുകയല്ലാതെ മറ്റൊരു വഴി തൻ്റെ പക്കലില്ലായിരുന്നു. കാരണം 2 ജീവനക്കാർ ഒരു വശത്ത് ഗുണ്ടകളെ പോലെ നിൽക്കുന്നു, മറുവശത്ത് ഇയാളിൽ നിന്ന് കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ജീവനെ പറ്റി ഒന്നും താൻ ചിന്തിച്ചില്ല, എങ്ങനെയും പുറത്തേക്ക് പോവുക, ഇയാൾക്കൊരിക്കലും വഴങ്ങാതിരിക്കുക എന്ന രീതിയിൽ മാത്രമാണ് കാര്യങ്ങൾ ചെയ്തത്. ഒരുപക്ഷെ മർദ്ദിച്ചോ അല്ലെങ്കിൽ ഈ ബോധം കെടുത്താനുള്ള സാമഗ്രികൾ ഉപയോഗിച്ച് ബോധം കെടുത്തുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് എന്തും ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ചാടിയതുകൊണ്ടും അയൽപ്പക്കാരെത്തിക്കൊണ്ടും മാത്രമാണ് യുവതിക്ക് അന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. പക്ഷേ താഴേക്ക് അത്ര വലിയ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണ് പരിക്ക് പറ്റി കിടക്കുന്ന യുവതിയെ വീണ്ടും വലിച്ചഴിച്ചു കൊണ്ടുപോകാനുള്ള നീക്കമാണ് ദേവദാസിൻ്റെയും അയാളുടെ കൂട്ടാളികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായത്. പിന്നീട് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഈ ഡോക്ടറോട് പറഞ്ഞു, ഈ കൊണ്ടുവന്നവർ തന്നെയാണ് എന്നെ പീഡിപ്പിച്ചത്, അതുകൊണ്ട് കാര്യങ്ങൾ ആ ഫോണിലുണ്ട്, ഫോൺ വാങ്ങിയെടുക്കണമെന്ന് പറഞ്ഞു. ഡോക്ടർ വളരെ പുരുഷമായ ഭാഷയിൽ സംസാരിച്ചാണ് ഈ ദേവദാസിൽ നിന്ന് അന്ന് ഈ പെൺകുട്ടിയുടെ ഫോൺ പിടിച്ചു വാങ്ങിയത്. ഉടൻ തന്നെ ഇയാൾ അവിടുന്ന് മുങ്ങുകയായിരുന്നു. പിന്നെ പോലീസ് എത്തിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരു കാര്യമായ പരിചരണം ആ കുട്ടിക്ക് കിട്ടിയില്ല എന്നതാണ് സങ്കടകരമായി പറയുന്നത്. കാരണം ശരീരമാസകലം പരിക്ക് പറ്റി ചെന്നപ്പോൾ നട്ടെല്ലിനും ഈ ഇടുപ്പ് ഭാഗത്തിനൊക്കെ പരിക്കുണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ ആ കുട്ടിക്ക് അനങ്ങാൻ കഴിയാതിരിക്കുമ്പോഴും മുറിവിന് മരുന്ന് വെക്കുന്നതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ചികിത്സ നൽകിയിരുന്നില്ല. പിന്നീട് കുടുംബം എത്തിയ ശേഷമാണ് സ്കാനിംഗ് അടക്കം എടുക്കുകയും അതിതീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്യും. അത്രമേൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് ആ കുട്ടി എത്തിയിരുന്നു. അത്തരം കൃത്യമായൊരു ഉദാസീനത അവിടെ നിന്നുണ്ടായി. ഒപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥർ മൊഴി ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയെങ്കിലും, ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയല്ല FIR ഇട്ടത്. അത് ഒരു വനിതാ ഉദ്യോഗസ്ഥയായിട്ട് പോലും അത്തരത്തിൽ താൻ പറഞ്ഞ രീതിയിലല്ല FIR ഇട്ട് എന്നതിൽ തനിക്ക് കടുത്ത വേദനയുണ്ട് എന്നും ആ കുട്ടി പറയുന്നുണ്ട്. ഒപ്പം ഈ മദ്യവെച്ച് ഈ കെട്ടിടത്തിൽ നിന്ന് വീണതാണ് അടക്കമുള്ള പല പ്രചാരണങ്ങളും ദേവദാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അക്കാര്യങ്ങൾക്കുമൊക്കെ കൃത്യമായി തന്നെ വിശദീകരണം നൽകുന്നുണ്ട്. ആശുപത്രിയിൽ എത്തിയപ്പോൾ രക്തം പരിശോധിച്ച് മദ്യത്തിന്റെ സാന്നിധ്യമുണ്ടോ എന്ന് കണ്ടെത്താൻ താൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് യുവതി പറയുന്നത്. കാരണം ദേവദാസിന്റെ പ്രചാര വേലകളെക്കുറിച്ച് കൃത്യമായി യുവതിക്ക് ധാരണ ഉണ്ടായിരുന്നു അപ്പോഴേക്കും. അതുകൊണ്ട് ഇത്തരമടക്കമുള്ള നിരവധി കാര്യങ്ങളാണ് ഈ കുട്ടി പറയുന്നത്. അങ്ങേയറ്റം ദേവദാസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ആ കുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. സജിത്ത്, അങ്ങേയറ്റം ഈ തരത്തിൽ നീക്കങ്ങൾ നടന്നു എന്നതാണ് കുട്ടി വ്യക്തമാക്കുന്ന സാഹചര്യങ്ങൾ. അനീഷ, ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ സംഭവത്തിന് ശേഷം അതൊരു കുട്ടിയെ മോശമായി അവരെ പീഡിപ്പിക്കാനുള്ള ശ്രമമായിരുന്നില്ല, മറിച്ച് അവിടെ എത്തിയ ആളുകളെ പിടിച്ചടക്കാൻ താൻ എത്തി എന്നൊരു പ്രചരണം നയിക്കാൻ ബോധപൂർവമായി ദേവദാസ് ശ്രമിക്കുന്നു എന്ന് കുട്ടി ആരോപിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ അത് സംബന്ധിച്ച് അന്വേഷണ സംഘം അങ്ങനെ എന്തെങ്കിലും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിക്ക് നീതി നിഷേധിക്കുന്ന ഇടപെടൽ നടക്കുന്നുണ്ടോ? സജിത്ത്, ആദ്യഘട്ടത്തിൽ അത്തരം ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഈ ദേവദാസ് ഇത്തരം കാര്യങ്ങളാണ് പുറം ലോകത്തോട് പറഞ്ഞത്. മാധ്യമങ്ങൾ തന്നെ അയാളെ ബന്ധപ്പെട്ടപ്പോഴും പറഞ്ഞത്, ഞാൻ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചൊരു വാർത്താ സമ്മേളനം വിളിക്കും, ഈ ഹോട്ടലിൽ നടന്ന എന്താണ് അല്ലെങ്കിൽ ആ താമസ സ്ഥലത്ത് എന്താണ് നടന്നതെന്ന് സംബന്ധിച്ച ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. നേരത്തെ ആ യുവതി പറഞ്ഞത് തന്നെയാണ്. കാരണം 16-ാം തീയതിയാണ് ഇവരുടെ സുഹൃത്ത് വീട്ടിലേക്ക് വരുന്നത്. അന്ന് മറ്റ് ഈ ജീവനക്കാർ, കേരളത്തിന് പുറത്തുള്ള വനിതാ ജീവനക്കാരാണ് ഉള്ളത്. അവർ നാട്ടിലേക്ക് പോയ സാഹചര്യത്തിലാണ് ഇയാൾ അത് ധൈര്യം
ഭാര്യയുമായി ആ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് 16-ാം തീയതി സുഹൃത്തുക്കൾ എത്തുകയും അവർ വീട്ടിൽ ഒരുപാട് നേരം സംസാരിച്ചിരിക്കുകയും ഒക്കെ ചെയ്താണ് പോകുന്നത്. ആ ദൃശ്യങ്ങൾ ആ CCTVയിൽ ഉണ്ട്. ആ ദൃശ്യങ്ങൾ കാട്ടിയാണ് ഈ പെൺകുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന നീക്കം ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു തുടർ കാര്യങ്ങൾ തന്നെ ഈ നേരത്തെയും പലവട്ടം ഇയാൾ ഈ പെൺകുട്ടിക്ക് വേണ്ടി വലവിരിച്ച് കാത്തിരിക്കുന്നു. ഓഫീസിൽ ജോലിയിലിരിക്കുമ്പോൾ മറുവശത്ത് പോയിരുന്നിട്ട് ഈ പെൺകുട്ടിക്കിട്ട് തന്നെ നോക്കിയിരിക്കും. വളരെ ബോധപൂർവം ഈ പെൺകുട്ടിയുടെ അടുത്ത് വന്ന് ചേർന്ന് നിന്ന് ശരീരത്തോട് ചേർന്ന് നിന്ന് വർത്തമാനം പറയാനുള്ള ഒരു ശ്രമം നടത്തുന്നു. പിന്നെ വസ്ത്രങ്ങളൊക്കെ വേണമോ അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണോ, പ്രത്യേകിച്ചും അടിവസ്ത്രങ്ങളൊക്കെ ഞാൻ വാങ്ങിത്തരണോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചൊരു ശരിയായ രീതിയിലേക്കല്ല ഇയാളുടെ പോക്ക് എന്ന് ഈ കുട്ടിക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ഈ ആൺസുഹൃത്തുക്കളുമായി ഇവർ സമ്പർക്കം പുലർത്തുന്നത് ഇയാളുടെ ശ്രദ്ധയിൽപ്പെടുകയും അതോടുകൂടിയാണ് ഇയാൾ അങ്ങേയറ്റം ഒരു വൈകാരികമായ അല്ലെങ്കിൽ പ്രതികാര ബുദ്ധിയോടുകൂടി നീങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഒരുപക്ഷെ അത്തരത്തിൽ ആ യുവാക്കളെ കൊടുക്കുന്നതിനോടുള്ളൊരു നീക്കമാണോ ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന സംശയം പങ്കുവെക്കുന്നുണ്ട്. അധിക നേരം ചെറുത്ത് നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ഇയാളുടെ മർദ്ദനത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമഗ്രി ഉപയോഗിച്ച് ബോധം കെടുത്തുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ തന്നെ ഇയാൾ പീഡിപ്പിച്ചതിനെ, ഒരുപക്ഷെ തൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയതിനെ എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്നാണ് കുട്ടി പറയുന്നത്. കാരണം ആദ്യ സമയത്തുള്ള ഈ ലഘുവായ രീതിയിലുള്ള ഇടപെടലുകളൊക്കെ മാറ്റി ഇയാൾ കുറച്ച് കട്ടിയുള്ള രീതിയിലുള്ള പെരുമാറ്റം എന്ന രീതിയിലേക്ക് മാറി. കാരണം ഭാര്യയോടൊപ്പം വിനോദയാത്രയ്ക്ക് പോകുമ്പോഴും അവിടെ നിന്ന് ഈ യുവതിയെ വിളിച്ചിട്ട് എൻ്റെ ഭാര്യയോടുകൂടി എനിക്കൊരു തൃപ്തിയുമില്ല, നിന്നെ വേണം എന്ന് പലവട്ടം ആവശ്യപ്പെട്ടു എന്ന് ആ കുട്ടി പറയുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ ഘട്ടത്തിലെ ഒരു കരുതൽ, സ്നേഹം, ഈ ഒരു രക്ഷകർത്താവ് ചമഞ്ഞുള്ള പ്രകടനങ്ങളൊക്കെ മാറ്റിയിട്ട് പൂർണ്ണമായും ഈ കുട്ടിയെ കീഴടക്കുക എന്ന ഒരു രീതിയിലേക്ക് ഇയാളുടെ പെരുമാറ്റങ്ങൾ മാറുന്നു. മദ്യപിച്ച് എപ്പോഴും മെസ്സേജുകൾ അയക്കുക, മദ്യപിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും ഫോൺ കോളുകൾ വിളിക്കുക, അല്ലെങ്കിൽ അടുത്ത് ഇടപഴകാൻ വരിക. രാവിലെ വെളുപ്പിനെ ഈ ഹോട്ടലിലെത്തുന്ന ആൾ അർദ്ധരാത്രിയോളം ഹോട്ടലിൽ തങ്ങുന്നു. ആ സമയത്തൊക്കെ ഈ പെൺകുട്ടിയെ വട്ടം ചുറ്റിയുള്ള ഒരു കറക്കമാണ് ഇയാൾ നടത്തിയിരുന്നതെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ പുരുഷ സുഹൃത്തുക്കളുടെ സാന്നിധ്യം കൂടി കണ്ടതോടെയാണ് ഇയാൾ അങ്ങേയറ്റം പ്രതികാര ദാഹിയായി മാറുന്നു. എങ്ങനെയും ഇവരെ തുരത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. ഈ പെൺകുട്ടിയെയും ഏതു വിധേനയും തൻ്റെ ഇംഗിതത്തിന് വഴക്കുക എന്നൊരു രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അക്കാര്യം ആ പെൺകുട്ടിക്കും ഏതാണ്ട് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. പലപ്പോഴും ഈ ജീവനക്കാർ, മറ്റു വനിതാ ജീവനക്കാർ ഉള്ളപ്പോഴാണ് ഈ മുറിയിൽ ഇവരുള്ളത്. പക്ഷേ ആദ്യമായിട്ടാണ് ആ 2 ജീവനക്കാർ അവരവരുടെ നാട്ടിലേക്ക് പോവുകയും ഒറ്റയ്ക്കാവുകയും ചെയ്ത് ഈ മുറിയുടെ താക്കോൽ, മുറിയുടെ ഈ ലോക്ക് പോലും അത്ര കൃത്യമായി ഉള്ള ഒരു വീടല്ല. കൃത്യമായ വാടക കൊടുത്ത് ശമ്പളത്തിൽ നിന്ന് വാടകയുടെയും ഭക്ഷണത്തിൻ്റെയും പൈസ അടക്കം ഈ കൃത്യമായി വേർതിരിച്ചാണ് ശമ്പളം നൽകിയിരുന്നത്. അങ്ങനെ പൂർണ്ണമായും ഇവർ പണം മുടക്കുന്ന ഒരു മുറിയിലാണ് ഇയാൾ എത്തുകയും ഇയാളുടെ ഒരു അതീശത്വം കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്തായാലും തലനാരിഴയ്ക്ക് താൻ ആ അക്രമത്തിൽ നിന്നും അല്ലെങ്കിൽ അയാളുടെ ഒരു പീഡനത്തിൽ നിന്നും താൻ രക്ഷപ്പെട്ടു എന്നതിനെയാണ് കുട്ടി പറയുന്നത്. പക്ഷേ തൻ്റെ ജീവൻ അപായപ്പെടുത്തുക തന്നെയായിരുന്നു അയാളുടെ ലക്ഷ്യമെന്നും ആ കുട്ടി ഇപ്പോൾ പറയുന്നുണ്ട്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ഗുരുതരമായ ആക്ഷേപമാണ്. താൻ നേരിട്ട വളരെ ക്ലേശകരമായ സാഹചര്യങ്ങളെയാണ് പെൺകുട്ടി തുറന്നു പറയുന്നത്. ഇതാദ്യമായിട്ടാണ് ആ കുട്ടി ഇത്ര വിശദമായി തന്നെ സംസാരിക്കുന്നത്. കാരണം തനിക്ക് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴെ വീണ് എഴുന്നേൽക്കാൻ വയ്യാതെ തകർന്നു കിടക്കുന്ന, നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ് കിടന്ന തനിക്ക് ചികിത്സ പോലും നിഷേധിക്കപ്പെടുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറാവുന്നില്ല. ഒപ്പം ആ ആശുപത്രിയിൽ എത്തിയ ശേഷം തന്നെ കൊണ്ടുവന്നവർ തന്നെയാണ് തന്നെ ആക്രമിച്ചത് എന്ന പെൺകുട്ടി തുറന്നു പറയുമ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങളിൽ പിന്നീട് ഇടപെടലുകൾ ഉണ്ടാവുന്നത്. പക്ഷേ ആശുപത്രിയിൽ തനിക്ക് വേണ്ടത്ര ചികിത്സ കിട്ടിയിരുന്നില്ല എന്നടക്കമുള്ള വലിയ ആരോപണം കൂടി ആ പെൺകുട്ടി ഉന്നയിക്കും.